നമസ്കാരം. ജ്യോതിഷ വിശ്വാസികളായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ ഈ ചാനലിൽ നൽകുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൊല്ലവർഷം 1200 മീനമാസത്തിലെ സാമാന്യമായ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 5 നക്ഷത്രക്കാരുടെ സാമാന്യമായ ഫലങ്ങളാണ്, ഒരു മാസത്തേക്കുള്ള ഫലങ്ങളാണ്. അപ്പോൾ ഈ മീനമാസത്തിനൊരു പ്രത്യേകതയുണ്ട്. മീനമാസത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാർച്ച് 14 തീയതിയാണ് സൂര്യൻ 14 തീയതി രാത്രിയാണ് സൂര്യൻ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അതായത് സൂര്യസംക്രമണം നടക്കുന്നത് രാത്രി സമയത്താണ്. പക്ഷേ കലണ്ടർ പ്രകാരം നമ്മൾ മീനം 1 തീയതിയായിട്ട് കണക്കാക്കുന്നത് മാർച്ച് 15 തീയതിയാണ്. അതിനുശേഷം മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. ചന്ദ്രനെ സംബന്ധിച്ചും പ്രാധാന്യമുള്ളൊരു സമയമാണിത്. അതായത് വസന്തകാലത്തിൻ്റെ തുടക്കമായ ചൈത്രം ആരംഭിക്കുന്നത് ഈ മീനമാസത്തിലാണ്. അതായത് മാർച്ച് 15 തീയതി എന്ന് പറയുന്നത് അമാവാസിയാണ്. തൊട്ടടുത്ത ദിവസമാണ് ചൈത്രമാസത്തിൻ്റെ ആരംഭം, വസന്ത ഋതുവിൻ്റെ ആരംഭമാണ്. അപ്പോൾ ചന്ദ്രനെ ആസ്പദമാക്കിയുള്ള ചാന്ദ്ര കലണ്ടർ അതുമുതലാണ് മുന്നോട്ട് ഓരോ മാസമായിട്ട് കണക്കാക്കി പോകുന്നത്. അപ്പോൾ ശനി കുംഭൻ രാശിയിലേക്ക് കിടക്കുമ്പോൾ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് കിടക്കുമ്പോൾ ശനിക്കൊരു മൗഢ്യാവസ്ഥയും വരുന്നുണ്ട്. വ്യാഴം ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. മീനൻ രാശിയിൽ രാഹു ഉണ്ട്, ഉച്ചരാശി സ്ഥിതനായ ശുക്രനുണ്ട്, നീചരാശി സ്ഥിതനായിട്ട് ബുധനും ഉണ്ട്. ഒരു പ്രത്യേക യോഗം അവിടെ ഫോം ചെയ്യുന്നുണ്ട് ഈ മാസം. അതായത് ബുധനും ശുക്രനും രാഹുവും സൂര്യനും ശനിയും കൂടെ ചേർന്നുള്ള ഒരു യോഗം അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കേതു കന്നിരാശിയിലാണ്, പുറകോട്ട് സഞ്ചരിക്കുകയാണ്. മെയ് മാസം ആകുമ്പോഴത്തേക്കും ചിങ്ങത്തിലേക്ക് കടക്കും. രാഹുവും കേതുവും നിഴൽ ഗ്രഹങ്ങളാണ്, അതായത് പിണ്ഡ ശരീരമില്ലാത്ത ഗ്രഹങ്ങളാണ്. പിന്നെ ഉള്ളത് ചൊവ്വയാണ്. ചൊവ്വ മിഥുനം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കി നമുക്ക് ഈ 5 നക്ഷത്രക്കാരുടെ ഫലം ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മൂലം നക്ഷത്രക്കാരുടെ ഫലമാണ് നോക്കാനുള്ളത്. മൂലം നക്ഷത്രം എന്ന് പറയുന്നത് ധനുക്കൂറിലാണ് വരുന്നത്. ധനുക്കൂറിനെ സംബന്ധിച്ച് 3-ൽ ശനി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. പൊതുവേ ഗുണകരമായിരുന്നു. ശനിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വളരെ ഗുണകരമായിരുന്നു 3-ലെ ശനിയുടെ സഞ്ചാരം. പക്ഷേ ഈ മീനമാസം അവസാനമാകുമ്പോഴത്തേക്കും 4-ാം ഭാവത്തിലേക്കാണ് ശനി എത്തിച്ചേരുന്നത്. അപ്പോൾ വീണ്ടും കണ്ടക ശനി ആരംഭിക്കും. ഈ 4-ൽ ശനി എന്ന് പറഞ്ഞാൽ കുടുംബവും വാഹനവും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണത് ബാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതാവിൻ്റെ കുടുംബം, പൈതൃക സ്വത്ത്, ഇതിനെയൊക്കെ അത് ബാധിക്കുന്ന കാര്യമാണ്. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെപ്പോഴും ഈ നക്ഷത്രഫലം പറയുമ്പം മീനൻ രാശിയിൽ ഉണ്ടാകുന്ന ഈ ഗ്രഹയോഗങ്ങളും കൂടെ കണക്കിലെടുത്ത് വേണം ഫലം പറയാനായിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായും ഗുണഫലങ്ങളല്ല, കുറച്ച് ദോഷഫലങ്ങളും ഉണ്ട്. അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ചില നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. നമ്മുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് ചെറിയ തോതിൽ കുടുംബത്തിലാണെങ്കിൽ അച്ഛൻ്റെ അധികാരത്തെ മക്കൾ ചോദ്യം ചെയ്തേക്കാം. ഓഫീസിലാണെങ്കിൽ ആ ഓഫീസറുടെ അവിടുത്തെ ഹെഡ് ആയിട്ടുള്ള ആളിനെ താഴെയുള്ള ജീവനക്കാർ ചോദ്യം ചെയ്യുന്ന അവസ്ഥ എത്തിയേക്കാം. രാഷ്ട്രീയത്തിലാണെങ്കിൽ അണികൾ നേതാവിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരാം. അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്വസ്ഥത തകർക്കും എന്നുള്ള ഒരു പ്രശ്നം ഈ സമയത്ത് ഉണ്ടായേക്കാം. കൂടുതലും ഈ കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരുതരം നിർബന്ധശീലം, എൻ്റെ കാര്യം നടക്കണം എന്നുള്ള ഒരു നിർബന്ധശീലം ഉണ്ടാകുന്നതാണ് കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അത് കുട്ടികളെ സംബന്ധിച്ച് അച്ഛൻ്റെ കടുംപിടുത്തം അല്ലെങ്കിൽ അമ്മയുടെ കടുംപിടുത്തം വിഷമിപ്പിക്കുമ്പോൾ അച്ഛനെ അമ്മയെ സംബന്ധിച്ച് കുട്ടികൾ പല കാര്യത്തിലും ബലം പിടിക്കുന്നു എന്നായിരിക്കും അവരുടെ പരാതി. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുമാണത്. എന്നാൽ ബന്ധുജന സഹായവും സുഹൃത്ജന സഹായവും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയവുമാണ്. സുഹൃത്തുക്കളൊക്കെ സഹായിക്കും, സ്ത്രീജനങ്ങളും സഹായിക്കുന്നതാണ്. പല വിധത്തിലുള്ള പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർ,
ഉപരിപഠനം നടത്തുന്നവർ തുടങ്ങിയ ആൾക്കാർക്ക് ഗുണകരമായ ഒരു കാലഘട്ടമാണ്. അവർക്ക് വലിയ റിസൾട്ടിലേക്ക് എത്തിയില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകും. അവരുദ്ദേശിക്കുന്ന ഒരു താളത്തിൽ അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മീനം 15 ആകുമ്പോഴത്തേക്കും കണ്ടകശനി ആരംഭിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഈ കണ്ടകശനി ആരംഭിക്കുന്ന ഒരു ദിവസം, അതായത് മീനം 15 അല്ലെ മാർച്ച് 29 ശനി അങ്ങോട്ട് കടക്കുമ്പോഴല്ല, അതിനു മുമ്പ് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശനി വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ഒരു രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് മുതൽ അനുഭവങ്ങൾ തന്നു തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ ശനി മാറി എന്ന് പറയുന്നെങ്കിലും ഏകദേശം 1-2 മാസമെങ്കിലും ആ പഴയ അനുഭവങ്ങളുടെ തുടർച്ചകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ശനിയുടെ അനുഭവങ്ങൾ ഒരു തുടർച്ചയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ മാർച്ച് 29 ആകുമ്പോൾ കണ്ടകശനി ആരംഭിക്കും. മൂലം നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര ഡിസൈറബിൾ അല്ല, അത്ര അനുകൂലമല്ല. ശാരീരികമായിട്ടും അല്പം ക്ഷീണം അനുഭവപ്പെടാനിടയുള്ള സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ, വയറിന് പ്രശ്നമോ അല്ലെ ആഹാരം പിടിക്കാതെ വരികയോ രുചിക്കുറവോ ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പുറത്തുനിന്ന് ആഹാരം കഴിക്കുമ്പം ആഹാരത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് ഉറപ്പുവരുത്തിയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ വയറിന് അസുഖമൊക്കെ പിടിപെടാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. അറിവില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ അറിവില്ലാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. നമ്മൾ അറിയത്തില്ലാത്തൊരു കാര്യം നമ്മൾ ഒരു സദസ്സിൽ ഉന്നയിച്ചാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകാം. ഓഫീസിലാണെങ്കിലും നമുക്ക് പ്രാഗൽഭ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വലിച്ച് തലയെ വെക്കരുത് എന്നൊരു സൂചനയും അതിനകത്ത് വരുന്നുണ്ട്. അത് ആ രംഗത്ത് വൈദഗ്ധ്യമുള്ളവർ ചെയ്തോട്ടെ, എല്ലാം കൂടെ നമ്മൾ ഏറ്റെടുത്ത് ചുമക്കേണ്ട ആവശ്യമില്ല. പിന്നെ മതിയായ വ്യായാമവും ചിട്ടയായ ജീവിതവും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ആരോഗ്യവും തൊഴിൽ രംഗമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട്. അതായത് ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, അതായത് പിന്നെ രക്തസമ്മർദ്ദവും നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന പ്രമേഹമൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. മധ്യവയസ്സിന് മേലുള്ളവർ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക. അവർ അല്പം കൂടുതലായിട്ട് വ്യായാമമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഒരു ദിവസം പെട്ടെന്ന് 10 കിലോമീറ്റർ ഓടണമെന്നല്ല പറഞ്ഞ്, പതുക്കെ പതുക്കെ ചെയ്ത് റെഗുലറായിട്ടൊരു വ്യായാമം ശരീരത്തിന് കൊടുക്കുന്നത് നല്ലതാണ്. ഈ മീനമാസം മുതൽ അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് കണ്ടകശനിയും കൂടെ അല്ലേ വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ജോലിയുടെ പുറകെയും പണത്തിൻ്റെ പുറകെയൊക്കെ പൂർണ്ണസമയം ഓടാതെ അവനവൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കാനായിട്ട് സമയം കണ്ടെത്തണം. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ അല്പം അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായാലും നമ്മൾ ആ സ്നേഹം കളയാതെ സൗമ്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെ എല്ലാം എതിർത്ത് തോൽപ്പിക്കാൻ പോയാൽ വലിയ അബദ്ധങ്ങളിലേക്കായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ കഴിവുകൾ പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ കഴിയാത്തതും മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാക്കും. ഭാവനാപൂർണ്ണമായിട്ട് പലതും ചെയ്യാൻ കഴിവുള്ള മൂലം നക്ഷത്രക്കാർ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നത് അവർക്ക് മനപ്രയാസം സൃഷ്ടിക്കാൻ ഇടയുണ്ട്. പക്ഷേ ഇതൊരു കാലത്തിൻ്റെ അനുഭവമാണ്. ഒരു മാസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഗ്രഹങ്ങൾ സ്ഥാനം മാറുന്നതോടുകൂടി കുറച്ചുകൂടെ കാര്യങ്ങൾ മാറും എന്ന് വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ ഈ ശനി 4ലേക്ക് വരുന്ന കണ്ടകശനി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പൂടെ ഉള്ളിലുണ്ടായിരിക്കണം. ഈ ഒരു സമയത്തെ പ്രത്യേകത മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ശുക്രനും ബുധനും സൂര്യനും കൂടെ ഒന്നിച്ച് ഒരു രാശിയിൽ വരുന്നു. അതോടൊപ്പം ശനിയും രാഹുവും കൂടെ വരുന്നുണ്ട്. അതിൽ ശനിയും രാഹുവും സൂര്യനും 3 പാപഗ്രഹങ്ങളാണ്. രാഹു നിഴൽ ഗ്രഹമാണെങ്കിലും വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങളെ ബാധിക്കുന്ന ഗ്രഹമാണ് രാഹു. ഒരല്പം വിഷ സ്വഭാവവും ഉള്ളതാണ്. ബുധൻ ശുഭഗ്രഹമാണ് സ്വതവേ എങ്കിലും പാപഗ്രഹങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ പാപഗ്രഹമായിട്ടാണ് വർത്തിക്കുന്നത്. അതുപോലെ തന്നെ ബുധൻ്റെ നീചരാശിയിലുമാണ് ബുധൻ നിൽക്കുന്നത്. ശുക്രൻ ഉച്ചരാശിയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ പാപബന്ധത്തോടു കൂടിയാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ഈ കണ്ടകശനി ഉള്ള സമയത്താണ് ശുക്രൻ 4ൽ വരുന്നത്. ശുക്രൻ 4ൽ വരുന്നത് ഗുണകരമാണ്. അപ്പോൾ ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ
ഈ മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള പെരുമാറ്റം അവർ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളോട് ഒരല്പം പ്രയോഗങ്ങളൊക്കെ നടത്തുക. നമ്മളോട് അസൂയയാണ് ഉണ്ടാകാനിടയുള്ളത്. ആ അസൂയയുടെ ഫലമായിട്ട് നമ്മളെ അല്പം ഒന്ന് താഴ്ത്തിക്കെട്ടാനുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും ഉള്ളിലോട്ട് എടുക്കണ്ട. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നേരിടേണ്ടി വന്നേക്കാം. അല്പം കളിയാക്കലുകളോ നമ്മുടെ ആ സാമർഥ്യം കണ്ടിട്ട് നമ്മളെ ഒന്ന് ഒതുക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിനെയൊന്നും മാനസികമായിട്ട് അതിനെപ്പറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഈ കാലഘട്ടം കഴിയുമ്പോൾ ഇതൊക്കെ മാറി വന്നുകൊള്ളും. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇനി നമുക്ക് മൂലനക്ഷത്രക്കാർ ചെയ്യേണ്ട വ്യായാമത്തെപ്പറ്റി ഒന്ന് നോക്കാം. അവരെ ഗണപതി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അതായത് അശ്വതി മകം മൂലം ഈ 3 നക്ഷത്രക്കാരും ഗണപതി പ്രീതി വരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ അവരുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. ധനുക്കൂറിൻ്റെ അധിപൻ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഈ അശ്വതി മകം മൂലം ഈ 3 നക്ഷത്രങ്ങളിലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഒരു തുളസിമാല സമർപ്പിക്കുക, ഒരു താമരമുട്ട് സമർപ്പിക്കുക. നമുക്ക് സാമ്പത്തികമായിട്ട് കഴിവുണ്ടെങ്കിൽ ഒരു പാൽപ്പായസം കൂടെ സമർപ്പിക്കുക. അപ്പം നമ്മുടെ മനസ്സിനെ ചൂടുപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ കണ്ടമാനം വിഷമിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഒഴിഞ്ഞു പോകും. പൂർണ്ണമായിട്ടും നമുക്ക് അനുഭവങ്ങളെ ഒഴിവാക്കാൻ ഒരു മാർഗ്ഗവുമില്ല. പക്ഷേ ഈ വഴിപാടുകളും പ്രാർത്ഥനകളും നമ്മളെ സഹായിക്കുന്നത് ഇതിനെ വഴി മാറ്റി വിടാൻ പറ്റും. ഈ ദുരിതങ്ങളെയെല്ലാം അല്പം ഒന്ന് വഴി തിരിച്ചു വിടാൻ പറ്റും. പക്ഷേ വലിയൊരു കൊടുങ്കാറ്റടിച്ചു പോകുമ്പം അതിൻ്റെ ചെറിയ ഒരു അംശം നമ്മുടെ ശരീരത്തിൽ തട്ടിയായിരിക്കും പോകുന്നത് എന്ന് പറയുന്ന പോലെ ചെറിയ ശാരീരിക പ്രശ്നങ്ങളും ഒരല്പം വിഷമമൊക്കെ ഉണ്ടാകാം. അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ മൂല നക്ഷത്രവും വ്യാഴാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കാൻ ആരോഗ്യമുള്ളവർ ആ രീതിയിൽ ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലോ വഴിപാടുകൾ സമർപ്പിക്കുക. വ്യാഴാഴ്ച ഭാഗ്യസൂക്തം ജപിക്കുന്നത് മനസ്സിന് സമാധാനം കിട്ടാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും നല്ലതാണ്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശനി ഈ കുടുംബത്തിൻ്റെ സ്ഥാനത്തേക്കാണല്ലോ മാറാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ഭാഗ്യസൂക്തം നന്നായിട്ടൊന്ന് പഠിച്ച് അത് ജപിച്ച് തുടങ്ങുന്നത് ശനിമാറ്റം കൊണ്ട് പെട്ടെന്നുണ്ടാകാവുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരു പരിധിവരെയെങ്കിലും സഹായിക്കും. അതായത് പെട്ടെന്നൊരു പ്രതിസന്ധി, പെട്ടെന്ന് പൈസ ഇല്ലാതെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മളിലേക്ക് വന്നാലും അത് പതുക്കെ പതുക്കെ വരുള്ളൂ. വലിയൊരു ആഘാതമായിട്ട് നമ്മളിൽ ഏൽക്കാതെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യസൂക്തം ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് വായിച്ചോളുക. ഏറ്റവും കുറഞ്ഞത് ഈ 4 വ്യാഴാഴ്ചകളിലും ഭാഗ്യസൂക്തം ഒന്ന് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പൂരാടം നക്ഷത്രക്കാരുടെ ഫലമാണ്. പൂരാടവും ധനുക്കൂറിലാണ് ഉൾപ്പെടുന്നത്. 4-ാം ഭാവത്തിലേക്ക് ആദിത്യൻ കടന്നു കഴിഞ്ഞു. മാർച്ച് 14 രാത്രി ആദിത്യൻ അങ്ങോട്ട് പ്രവേശിച്ചു. ഇനി മാർച്ച് 29 ആകുമ്പോൾ ശനിയും അങ്ങോട്ട് പ്രവേശിക്കും. അപ്പം പൂർണ്ണ ഗുണഫലമല്ല. മൂലനക്ഷത്രക്കാരെ പോലെ തന്നെ പൂരാടംകാർക്കും കുറേ ഗുണങ്ങളും കിട്ടും, കുറേ ദോഷങ്ങളും ഉണ്ടാകും. 4-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതുകൊണ്ട് ധനപരമായിട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയില്ല. പക്ഷേ കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും. അതായത് സാഹചര്യം അതിനെ അനുവദിക്കുകയില്ല. നമ്മളൊരു കാര്യം ഒരു നല്ല ആശയം അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും വേറൊരാൾ വേറൊരാശയം കൊണ്ടുവന്ന് ഇതിനൊരു തട വെക്കും. എന്ന് പറഞ്ഞാൽ ഇതിന് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് എല്ലാവരെയും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേറൊരാൾ വന്ന് അതിൻ്റെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ അയാളുടെ ആശയം അവിടെ ഇൻസർട്ട് ചെയ്യാനായിട്ട്, അതിൽ കുത്തിത്തിരുകാനായിട്ട് ശ്രമിക്കും. മൊത്തത്തിലത് കൊളാപ്സ് ആകുകയും ചെയ്യും. അതൊരു പ്രയാസത്തിലേക്ക് പോകും. ഒരു ഓഫീസിലും ഒരു പ്രോജക്റ്റിലുമൊക്കെ സംഭവിക്കാൻ ഇടയുള്ളൊരു കാര്യമാണ് ഈ സൂചിപ്പിച്ചത്. എങ്കിലും ഈ ശത്രുതകളെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടും. സമയക്ലിപ്തത പാലിക്കാനായിട്ട് പ്രയാസപ്പെടും. മനപ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലും സമൂഹത്തിലും കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്ന് ചില എതിർപ്പുകളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ തോതിലെങ്കിലും വായ്പ വാങ്ങിക്കേണ്ട അവസ്ഥകൾ ഈ മാസം ഉണ്ടായേക്കാം.
പുതിയ വാഹനം വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. വീട് പണി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരുപക്ഷെ അവർക്ക് വിഷുവോടുകൂടി പൂരാട നക്ഷത്രക്കാർക്ക് വീട്ടിലേക്ക് പാലുകാച്ചി താമസിക്കാനും കഴിയുന്നതാണ്. ഓൾമോസ്റ്റ് പൂർത്തിയായ വീടൊക്കെ ആണെങ്കിൽ വീട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. പുതിയൊരു വീട് പണിത് എടുക്കാനായിട്ട് അല്പം കാലതാമസം വരികയും ചെയ്യും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ട് അലട്ടുകയില്ല. പക്ഷേ ശനി 4ലേക്ക് സംക്രമിക്കുന്ന സമയത്ത്, അതായത് മീനം 15-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ തോതിലെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങും. ശനി അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും എന്ന് പറഞ്ഞത് നേരത്തെ രോഗങ്ങൾക്ക് ചികിത്സിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു കുറവ് വരും എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോഴും ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ നല്ലൊരു വൈദ്യനെയോ ഡോക്ടറെയോ കൊണ്ട് ചികിത്സ തേടുക. മുറിവൈദ്യൻ്റെ അടുത്ത് പോകാതിരിക്കുക. കണ്ടകശനി ആരംഭിക്കുമ്പോൾ കുടുംബത്തിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളും ദുഃഖം ഉണ്ടാക്കുന്ന ചില കാരണങ്ങൾ, നമ്മുടെ ഉപകരണങ്ങൾക്ക് വാഹനത്തിനൊക്കെ റിപ്പയർ ആവശ്യമായിട്ട് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ധനപരമായിട്ടും ബ്ലോക്കുകൾ ഉണ്ടാകാം. പക്ഷേ ശുക്രൻ ഉച്ചനായിട്ട് 4 നിൽക്കുന്നത് കൊണ്ട് ധനമില്ലാത്തൊരവസ്ഥ, ദാരിദ്ര്യാവസ്ഥ വരികയുമില്ല. പിന്നെ ഒന്നിലേറെ ബിസിനസ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചേക്കാം. പക്ഷേ ജ്യോതിഷം നന്നായിട്ട് അറിയാവുന്ന ഒരാളിനെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ജാതകത്തിലെ ഗ്രഹനിലയോടെ പരിശോധിച്ചിട്ട് ചെയ്താൽ മതി. കാരണം ഈ രാഹു ഉൾപ്പെടെ കുറേ ഗ്രഹങ്ങൾ ഒന്നിച്ച് മീനൻ രാശിയിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. അത് 4-ാം ഭാവമാണ്. 4-ാം ഭാവത്തിന് വാഹനവുമായിട്ടും കുടുംബവുമായിട്ടും അമ്മയുമായിട്ടും ഒക്കെ ബന്ധമുള്ള ഒരു കാര്യമാണെങ്കിലും ഇതിന് വ്യാപാരവുമായിട്ടും കൂടെ ഒരു ബന്ധം പറയാവുന്നതാണ് പരോക്ഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യാപാരം ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ 4-ാം ഭാവമാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം കൃത്യമായിട്ട് ജാതക പരിശോധനയോടെ നടത്തിയിട്ടേ പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കാവുള്ളൂ. പിന്നെ കണ്ടകശനി ദോഷത്തിനുള്ള പ്രശ്നങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇനി അവരുടെ വഴിപാടുകൾ നോക്കുമ്പം പൂരാടം നക്ഷത്രക്കാർ ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ കൂടുതലായിട്ട് അനുഷ്ഠിക്കണം. പൂരാടം, പൂരം, ഭരണി നക്ഷത്രങ്ങളിൽ, അതായത് പൂരാടത്തിലും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തണം. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിക്കും നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രനും അർച്ചനകൾ സമർപ്പിക്കുക. ശനി മാറുന്ന സമയത്ത് ശനിദോഷ പരിഹാരമായിട്ടുള്ള വഴിപാടുകളും ചെയ്യേണ്ടതാണ്, ശനി മാറുന്നതിന് മുമ്പായിട്ട്. പിന്നെ സൂര്യനെ ദർശിക്കുന്നത് നല്ലതാണ് പൂരാട നക്ഷത്രക്കാർക്ക്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ സൂര്യദേവൻ ഉദിച്ചു വരുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് സൂര്യദേവൻ്റെ പ്രകാശം കിട്ടുന്ന രീതിയിൽ ഒന്ന് ക്രമീകരിക്കുക. ഗായത്രി മന്ത്രമോ നവഗ്രഹ സ്തോത്രത്തിലെ സൂര്യമന്ത്രമോ അറിയാമെങ്കിൽ, അല്ലെ സൂര്യസ്തോത്രമോ അറിയാമെങ്കിൽ അതൊന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇപ്പം ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഇതെടുക്കാം. നന്നായിട്ട് പഠിക്കാൻ 4 വരികളേ ഉള്ളൂ. അത് പഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രത്തിൻ്റെ ഫലമാണ്. ഇപ്പോൾ ഉത്രാട നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം ധനുക്കൂറിലും ബാക്കി 3/4 ഭാഗം മകരക്കൂറിലുമാണ് വരുന്നത്. ഇതിൽ മകരക്കൂറുകാർക്കാണ് ഗുണഫലങ്ങൾ കൂടുതൽ. ധനുക്കൂറിൽ വരുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. പിന്നെ മൂലത്തിൻ്റെയും പൂരാടത്തിൻ്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ അവർക്ക് 4ലേക്കാണ് സൂര്യൻ സംക്രമിക്കുന്നത്, കുടുംബഭാവത്തിലേക്ക്. ഈ മാസം ഒടുവിൽ, അതായത് മാർച്ച് ഒടുവിൽ, അതായത് മീനം 15 ആകുമ്പോഴത്തേക്കും ശനി അങ്ങോട്ട് സംക്രമിക്കുന്നുണ്ട്. 4-ാം ഭാവത്തിൽ ബുധൻ നീചത്തിൽ നിൽക്കുന്നു, ശുക്രൻ ഉച്ചത്തിലാണ്. അതുകൊണ്ട് കുടുംബത്തിൽ ധനത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. അതാണ് ഉത്രാടത്തിൻ്റെ ധനുക്കൂറിൽ വരുന്ന ആൾക്കാരുടെ ഫലം. പിന്നെ അവർക്ക് അല്പം ഒരു സപ്രഷൻ, അതായത് നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു പ്രയാസം അനുഭവപ്പെടുന്ന കാലവുമാണ്. മകരക്കൂറുകാരിൽ പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമായ അവസ്ഥ ഉണ്ടാകും. കുറച്ചുകൂടെ സന്തോഷകരമായ അവസ്ഥകളായിരിക്കും. ബന്ധുക്കൾ അകന്നുപോയവർ പോലും അടുത്ത് വരുന്ന ഒരു കാലഘട്ടമാണ്. 3-ൽ സൂര്യൻ വരുന്നു, 3ലേക്ക് ശനി വരുന്നു. 2 ഗുണകരമായിട്ടാണ് വരുന്നത്. മാത്രമല്ല ഈ സൂര്യൻ അങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്കും ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും ബുധശുക്ര യോഗവും, ഇങ്ങനെ 3 യോഗങ്ങൾ
അവിടെ രൂപപ്പെടുന്നുണ്ട്. ബുധൻ നീചത്തിലാണെങ്കിൽ പോലും ഈ ബുധാദിത്യ യോഗമോ ശുക്രാദിത്യ യോഗമോ ഒക്കെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമുക്ക് ഗുണം തരുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊക്കെ അടുത്ത് വരും. സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ബന്ധുക്കളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നേരത്തെ അകന്നു നിന്ന പല ആൾക്കാരും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളുമായിട്ട് സഹകരിക്കാനായിട്ട് എത്തിച്ചേരും. സുഹൃത്തുക്കളും സഹായിക്കുന്നതാണ്. ബിസിനസ്സിൽ കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും. ധനപരമായിട്ട് വരവ് വർദ്ധിക്കും. വലിയ പ്രയാസങ്ങളില്ലാതെയും സർക്കാരിൽ നിന്നുള്ള പ്രതികൂല നടപടിയൊന്നും ഇല്ലാതെയും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന സൂര്യൻ 3-ലേക്കാണല്ലോ വരുന്നത്. പിന്നെ മീനം പകുതി കഴിയുമ്പോഴത്തേക്കും 7.5 ശനിക്കാലം അങ്ങ് അവസാനിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ മകരക്കൂറുകാർക്ക്. ശനി മീനൻ രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മകരക്കൂറുകാരുടെ കുറേ കാലമായിട്ടുണ്ടായിരുന്ന 7.5 ശനി അവസാനിക്കും. അപ്പോൾ അതിൻ്റേതായ വലിയ ഗുണവും അവർക്ക് കിട്ടുന്നതാണ്. അതാണ് ഈ ഉത്രാടത്തിൻ്റെ ആദ്യപാദവും ബാക്കി 3/4 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം. ആദ്യപാദത്തിൽ ജനിച്ച ധനുക്കൂറുകാർക്ക് കണ്ടകശനി ആരംഭിക്കും മീനം 15 ആകുമ്പോൾ. അതേ സമയത്ത് തന്നെ മകരക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക് 3-ലേക്കാണ് ശനി പോകുന്നത്. 3-ൽ ശനി എന്ന് പറയുന്നത് ഒരുപാട് ഗുണഫലങ്ങളും ധനഭാഗ്യവും ഒരുപക്ഷേ ലോട്ടറി ഭാഗ്യമൊക്കെ തരുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. പിന്നെ രാഹു അവിടെ നിൽക്കുന്നത്, രാഹു ശനിയും കൂടെ യോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ, ധനപരമായിട്ട് ഗുണമായിരിക്കും വരുന്നത്. ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ധനലാഭം. പക്ഷേ അത് പെർമനൻ്റ് ആകണമെന്നില്ല, ഒത്തിരി കാലം ശേഖരിച്ച് വെക്കാൻ പറ്റുന്നൊരു ധനമാകണമെന്നില്ല. പല ആവശ്യങ്ങൾക്ക് എടുത്തു പോകും. എങ്കിലും പെട്ടെന്ന് ധനഭാഗ്യം ഉണ്ടാകാം. അതാണ് 3-ലേക്ക് ശനിയും രാഹുവും സൂര്യനും എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. ഈ പാപഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൂരഗ്രഹങ്ങൾക്കൊക്കെ 3-ാം ഭാവം 6-ാം ഭാവമൊക്കെ നല്ലതാണ്. ശുഭഗ്രഹങ്ങൾക്ക് മോശമാണ്. ശുക്രൻ 3-ലാണെങ്കിലും ഉച്ചരാശിസ്ഥിതനാണ്. പക്ഷേ ശുക്രന് 3-ാം ഭാവം അത്ര ദോഷകരമല്ല. ആ ഒരു രീതിയിലും ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ധനുക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക് സ്ഥാനമാനങ്ങളിൽ കുറവുണ്ടാവും. സ്ഥാനമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് കിട്ടിയെന്ന് വരികയില്ല. രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണെങ്കിലും സർക്കാർ ജോലിയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് ഒരല്പം ഉയർന്ന തലത്തിലേക്ക് നമുക്ക് ഒരു പരിഗണന കിട്ടും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വേറൊരാൾ ആ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടും. നമുക്ക് പെട്ടെന്ന് മനസ്സിന് സങ്കടവും ഒരു അടി കിട്ടിയതുപോലുള്ള ഒരു വേദനയും ഉണ്ടാകും. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ സമയത്ത് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടകശനിയുടെ പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ കണ്ടകശനി വലുതായിട്ട് ദ്രോഹിക്കാൻ സാധ്യതയില്ല. കാരണം ശനിയെ സംബന്ധിച്ച് സമഗ്രഹമാണ് വ്യാഴം. വ്യാഴമാണ് പിന്നെ മീനക്കൂറിൻ്റെ അധിപൻ. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന സൂര്യനെ സംബന്ധിച്ചും വ്യാഴം എന്ന് പറയുന്നത് മിത്രഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രയാസം ഉണ്ടാകാനിടയില്ല. പക്ഷെ പാപഗ്രഹങ്ങൾ സംയോജിക്കുന്നത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാകാം. ഇനി നമുക്ക് ഈ ഉത്രാട നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി നോക്കാം. തീർച്ചയായിട്ടും ആദിത്യപ്രീതി വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. നക്ഷത്ര ദശാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്ര ദശാധിപൻ, അതാ അവരുടെ ജനനം എന്ന് പറയുന്നത് ആദിത്യ ദശയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യനെ പ്രീതിപ്പെടുത്തുക, സൂര്യ മന്ത്രങ്ങൾ ജപിക്കുക, സൂര്യ ഗായത്രി മന്ത്രം ജപിക്കുക. അതൊക്കെ ഏതാണോ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് അതനുസരിച്ചുള്ള മന്ത്രങ്ങൾ ജപിക്കുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. അത് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമ്മൾ വിളക്ക് തെളിക്കുന്നിടത്ത് വല്ലതും വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് വായിക്കാം. എപ്പോഴും സൂര്യനെ മനസ്സിൽ കരുതി ഐശ്വര്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞായറാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. സൂര്യനെയും ശിവനെയും ഭജിക്കുക. ജ്യോതിഷത്തിൽ സൂര്യൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ശിവനെ കരുതാറുണ്ട്. അപ്പോൾ സൂര്യനാണ് നമുക്ക് ആത്മജ്ഞാനവും വ്യക്തിത്വമൊക്കെ നൽകുന്ന ഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവസ്തോത്രങ്ങളും സൂര്യസ്തോത്രങ്ങളും ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെ പക്കപ്പിറന്നാൾ ദിവസം ശിവന് ഒരു കൂവളമാല സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്.
ധനുക്കൂറിൽപ്പെട്ട ആൾക്കാർ വിഷ്ണു ഭഗവാനും കൂടെ അർച്ചനകൾ ചെയ്യേണ്ടതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ. മകരക്കൂറിൽപ്പെട്ടവർ ശനിദേവൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് പ്രത്യേകമായ അർച്ചനകൾ കൊടുക്കുക. അത് നിങ്ങളുടെ ഐശ്വര്യങ്ങൾ വർദ്ധിക്കാനായിട്ട് നല്ലതാണ്. ശാസ്താവിനും വഴിപാടുകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം മകരക്കൂറിലാണ് വരുന്നത്. അവർക്ക് ഗുണഫലങ്ങളാണ് കൂടുതലും. സൂര്യൻ 3-ൽ, ശനി 3-ലേക്ക് വരുന്നു, രാഹു 3-ലുണ്ട്. ഇതെല്ലാം ഗുണകരമായിട്ട് വരും. ജോലിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങളൊക്കെ മാറുന്നു. അതിൻ്റെ കാരണം എന്താണ്? ശനി രാശി മാറുന്നു എന്നുള്ളതാണ്. 2-ാം രാശിയിൽ നിന്ന് 2-ാം ഭാവത്തിൽ നിന്ന് 3-ാം ഭാവത്തിലേക്ക് പോകുന്നു. അത് വളരെ ഗുണകരമായിട്ട് വരുന്നു. കാർഷിക ആദായമൊക്കെ വർദ്ധിക്കും. ഭൂമിയിൽ നിന്ന് ലാഭമുണ്ടാകും, അല്ലെങ്കിൽ ഭൂമി വിൽപ്പനയിലൂടെ ലാഭമുണ്ടാകും. പൈതൃക സ്വത്തൊക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് നല്ല ആധിപത്യം കൈവരിക്കാനായിട്ട് സാധിക്കും. 2 ശക്തരായ ഗ്രഹങ്ങളാണ് അവിടെ ഉള്ളത്. സൂര്യൻ, സർക്കാരിൻ്റെ അധികാരത്തിൻ്റെ പ്രതീകമായ സൂര്യൻ അവിടെയുണ്ട്. ശക്തനായ ശനിയും കൂടി അങ്ങോട്ട് എത്തുന്നു. അപ്പോൾ 2 തരത്തിലുള്ള ശക്തികളാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അധികാരത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അധികാരം നന്നായിട്ട് ഇൻസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. മേലധികാരികൾ നമ്മുടെ അഭിപ്രായം തേടും പല കാര്യങ്ങളിലും. അപ്പം വിലപ്പെട്ട അഭിപ്രായം കൊടുക്കുക. കാര്യങ്ങളെപ്പറ്റി പഠിച്ച് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിനത് വളരെ ഗുണകരമായിരിക്കും. സ്വകാര്യ മേഖലയിലൊക്കെ ആണെങ്കിലും റിസർച്ച് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒറിജിനലായിട്ട് അവർക്ക് ചിന്തിക്കാനും, അതായത് വ്യക്തിപരമായിട്ട് തന്നെ നന്നായിട്ട് ചിന്തിച്ച് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അവതരിപ്പിക്കാനും ഒക്കെ സാധിക്കും. പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ആശയങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടവുമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ്. അവരുടെ സ്വാധീനം അണികളിൽ വർദ്ധിക്കുന്നതാണ്. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ വരുമാനം വർദ്ധിക്കും. വരുമാന മാർഗം വർദ്ധിപ്പിക്കാനുള്ള പലവിധ വഴികൾ അവരുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അതിനുള്ള ആളുകളും ബന്ധങ്ങളും അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ ഇഷ്ടപ്പെടാതെ എടുത്തൊരു കോഴ്സ് വിട്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിലേക്ക് പ്രവേശനം തേടാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു യൂണിവേഴ്സിറ്റിയിലോ നല്ല കോഴ്സിലേക്കൊക്കെ പ്രവേശനം ലഭിച്ചേക്കും. ഭൂമി വിൽപ്പനയിലെ തടസ്സമൊക്കെ മാറും. ടാക്സ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ആദായം ലഭിക്കും. പിന്നെ പെട്ടെന്നുള്ള ചില ധനഭാഗ്യ യോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയവ അധീനതയിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. രോഗസംബന്ധമായി ചികിത്സ തേടിയിരുന്ന ആൾക്കാർക്ക് ആ രോഗത്തിൽ വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ഈ മീനമാസം. ഇതാണ് ചുരുക്കത്തിൽ തിരുവോണ നക്ഷത്രക്കാരുടെ ഫലം പറയാനുള്ളത്. പൊതുവെ അവർക്ക് അനുകൂലമാണ്. ഈ മാസം അവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ മീനമാസത്തിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക. നമുക്ക് മേടമാസത്തോടു കൂടി അത് ആരംഭിക്കാനായിട്ട് സാധിക്കും. വിഷുവിനോടുകൂടി ആരംഭിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. പേപ്പറുകളും എഗ്രിമെൻറ്റുകളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മളൊരു കടമുറി എടുത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒരു ഭാഗം എടുത്താണ് വ്യാപാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ നേരത്തെ കണ്ടു വെക്കുക. അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക. ഇനി നമുക്ക് അവരുടെ വഴിപാടുകളെ പറ്റി നോക്കാം. തിരുവോണ നക്ഷത്രക്കാരുടെ വിഷ്ണുപ്രീതികരങ്ങളായ കർമ്മങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തുളസിമാലയോ പാൽപ്പായസമോ ഒക്കെ സമർപ്പിക്കുക. ഇനി ധനം കുറവാണെങ്കിൽ ഒരു നെയ്വിളക്ക് അവിടെ സമർപ്പിക്കുക. രാഹുർദശയോ ശനിദശയോ കേതുർദശയോ ആണ് ഇപ്പോഴുള്ളതെങ്കിൽ വ്യാഴാഴ്ച ദിവസം തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതിന് മീനമാസം കഴിഞ്ഞാലും അങ്ങ് തുടർന്നു പോകുന്നത് തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. പിന്നെ ധന്വന്തരി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് രോഗത്തിൽ നിന്ന് ആശ്വാസം കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. ശനി മാറുന്ന സമയത്ത്, ശനി മാറുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഗുണഫലം ഒരു ദിവസം കൊണ്ടുണ്ടാകുമല്ല ചെയ്യുന്നത്. ചെറിയ ചെറിയ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകും. ആ മാറ്റം വരുന്നത് ഒരു പ്രത്യേക താളത്തിലേ വരികയുള്ളൂ. ശനി വളരെ പതുക്കെയാണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ശനി ഭഗവാനും ശാസ്താവിനും വഴിപാട് ചെയ്യേണ്ടതാണ്. അതായത് മാർച്ച് 29 വരെ കാത്തിരിക്കേണ്ട. അതിനു മുമ്പ് തന്നെ ശനി ഭഗവാനും ശാസ്താവിനും വഴിപാട് ചെയ്യുക. ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ
ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല സമർപ്പിച്ചിട്ട് അതിനുവേണ്ടി ശ്രമിക്കുക. ഗണപതി ഭഗവാന്റെ കറുകമാല സമർപ്പിച്ചിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഇരട്ടിക്കുന്നതാണ്. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് ഈ കാലം, ഈ മാസം. അതുകൊണ്ട് ടെസ്റ്റ് എഴുതുന്നവരും ഇൻ്റർവ്യൂവിന് പോകുന്നവരും പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ചും വഴിപാട് കഴിച്ചിട്ടും പോവുക. മറ്റു മതക്കാരെ സംബന്ധിച്ച് അന്നദാനം പോലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അവരുടേതായ വിശ്വാസപ്രകാരമുള്ള ആത്മീയ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ യോഗമുണ്ട്. അത് ചെയ്യുന്നത് അവർക്ക് ഗുണകരവുമാണ്. ഒരുപാട് പാപങ്ങൾ ഒഴിഞ്ഞു പോകാനായിട്ടത് സഹായിക്കും. അപ്പോൾ ജീവിതത്തിലേക്ക് ആ സന്തോഷം വന്നെത്തുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം വിഷ്ണു സഹസ്രനാമം പോലുള്ള കാര്യങ്ങളൊക്കെ ജപിക്കുക. എല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ ഇതുപോലുള്ള മന്ത്രങ്ങൾ. എല്ലാം കൂടെ പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ആ പറഞ്ഞു പോകുന്നത് മാത്രം പറഞ്ഞ് ചുരുക്കുന്നത്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരുടെ ഫലമാണ്. അവിട്ടം നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലും. മകരക്കൂറുകാർക്ക് ഈ സൂര്യനും ശനിയും രാഹുവും കൂടെ 3-ൽ വരുന്നത് കൊണ്ടും ശുക്രൻ ഉച്ചത്തിൽ അവിടെ നിൽക്കുന്നത് കൊണ്ടും മീനത്തിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ ഗുണഫലങ്ങൾ അനുഭവിക്കും. 7 ശനി തീരുന്ന കാലമാണ് മകരക്കൂറുകാർക്ക്. അതിൻ്റെയും ഗുണഫലങ്ങൾ കിട്ടും. വലിയൊരു ആശ്വാസമായിരിക്കും ഉണ്ടാകുന്നത്. രോഗങ്ങളിൽ നിന്നുൾപ്പെടെ ആശ്വാസം ഉണ്ടാകും. പിന്നെ ഈ 3-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളുമായിട്ട് ഒന്നിലേറെ ഗ്രഹങ്ങൾ, ധാരാളം ഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് പലതരത്തിലുള്ള ആളുകളുടെ പിന്തുണകൾ ലഭിക്കും. പിന്നെ നല്ല ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു മാസമാണിത്. കർമ്മമേഖലയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കഴിവുകളെല്ലാം പുറത്തെടുക്കാനായിട്ട് സാധിക്കും. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു മാസമാണ്. കേസുകളിലൊക്കെ വിജയമുണ്ടാകും. അവിട്ടം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനായ ചൊവ്വയ്ക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. ചൊവ്വ മീനം 20 കഴിയുമ്പോഴത്തേക്ക് നീചരാശിയായ കർക്കിടകത്തിലേക്ക് കടക്കും. അതൊരു അല്പം ക്ഷീണകരമാണ് കടക്കുന്നത്. പക്ഷേ എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നക്ഷത്രാധിപനെ കൊണ്ട് വലിയ ദോഷം ഉണ്ടാവുകയില്ലല്ലോ. എങ്കിലും ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. കുംഭക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് 7.5 ശനിക്കാലം തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. മകരക്കൂറുകാർക്ക് 7.5 ശനി മാറും. കുംഭക്കൂറുകാർക്ക് 7.5 ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് അവർ കടക്കും. പക്ഷേ ശനി മിത്രക്ഷേത്രത്തിലായതുകൊണ്ട്, വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് വലിയ തിരിച്ചടികളൊന്നും ഉണ്ടായെന്ന് വരികയില്ല. തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലതവണ ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാവുള്ളൂ. അതുപോലെ ഓരോ രംഗത്തും നമ്മൾ പണമൊക്കെ മുടക്കുന്നുണ്ടെങ്കിൽ ആ രംഗത്ത് വൈദഗ്ധ്യമുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് മാത്രം ചെയ്യുക. അധികാരികളുമായിട്ട് തർക്കമുണ്ടായേക്കാം. ഓഫീസിൽ സഹപ്രവർത്തകരുമായിട്ട് രമ്യതക്കുറവ് അനുഭവപ്പെട്ടേക്കാം. പ്രണയത്തിലും ചില പ്രയാസങ്ങൾ, പിണക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാലഘട്ടമാണ്. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് എതിർപക്ഷത്തുള്ളവരുടെ ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ ഒരു ശാന്തതയില്ലാത്ത ഒരു കാലഘട്ടമായിരിക്കും കുംഭക്കൂറിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നത്, അവിട്ടം നക്ഷത്രക്കാർക്ക്. പക്ഷേ അവർക്കൊരു ഗുണം ഉണ്ടാകുന്നത് 2-ൽ മിത്രക്ഷേത്രത്തിൽ ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ തുകയല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ മെച്ചമുണ്ടാകാൻ സാധ്യതയുണ്ട്. 2-ൽ സൂര്യനും എത്തുന്നുണ്ട് ധനഭാവത്തിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2-ാം ഭാവത്തിൽ അവിട്ടം നക്ഷത്രക്കാർക്ക്, അതായത് പിന്നെ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർക്ക് 2-ൽ ശുക്രൻ ഉച്ചരാശി സ്ഥിതനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് വ്യാഴത്തിൻ്റെ രാശിയാണ്. ധനാധിപനായ, ധനകാരകനായ വ്യാഴത്തിൻ്റെ രാശിയാണ്. അപ്പോൾ അങ്ങനെ പല കോമ്പിനേഷൻസ് വരുന്നത് കൊണ്ട് ധനപരമായിട്ട് നല്ല ചില നേട്ടങ്ങൾ ഉണ്ടാകാം. വൻതോതിലല്ലെങ്കിൽ പോലും ദാരിദ്ര്യമൊന്നുമില്ലാതെയും അലട്ടലുകളൊന്നും ഇല്ലാതെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. ശാരീരികമായിട്ട് കുറച്ച് ക്ഷീണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതിനെ ഒന്ന് കരുതി മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അവിട്ട നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ പ്രധാനമായിട്ടും ചൊവ്വാപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ കൊടുക്കുക. അവരുടെ സ്തോത്രങ്ങൾ ജപിക്കുക. ദേവീ സ്തോത്രങ്ങൾ ജപിക്കുക. സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ ജപിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
അതുപോലെ ഷഷ്ടി വ്രതം എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കുന്നതും നല്ലതാണ്. ആരോഗ്യമുണ്ടെങ്കിൽ ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതും നല്ലതാണ്. പിന്നെ അവിട്ടം, അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ ചിത്തിര, മകയിരം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. പൗർണമി വ്രതം പോലെയുള്ള ദേവീപ്രീതികരങ്ങളായ വ്രതം എടുക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതുപോലെ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ വ്രതങ്ങൾ എടുക്കുന്നതും നല്ലതാണ്. ഏറ്റവും സാധാരണയായത് ഷഷ്ടി വ്രതമാണ്. അതെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ ശനിയുടെ മാറ്റത്തോടനുബന്ധിച്ച് ശനി ഭഗവാനും ശാസ്താവിനും വഴിപാടുകൾ ചെയ്യുക. ശാസ്താവിന് അല്ലെങ്കിൽ ശാസ്താവിൻ്റെ അവതാര മൂർത്തിയായ അയ്യപ്പസ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക. വളരെ ചെറിയ വഴിപാട് ചെയ്താലും അത് വളരെ ഫലപ്രദമായിരിക്കും. ഒരു എള്ളുതിരി തെളിയിച്ചാൽ മാത്രം മതി. ഇനി ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ വീട്ടിൽ തന്നെ വൈകുന്നേരങ്ങളിൽ എള്ളുതിരി തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ വളരെ ഗുണകരമാണ്. ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഒരു തേങ്ങ മുറിച്ചിട്ട് അതിൻ്റെ മുറികളിൽ നല്ലെണ്ണ ഒഴിച്ച് എള്ളെണ്ണ ഒഴിച്ചിട്ട് എള്ള് കിഴികെട്ടി അതിൽ എള്ള് കിഴികെട്ടി ആ നല്ലെണ്ണയിൽ മുക്കിയിട്ട് ആ തിരി തെളിയിച്ചിട്ട് പ്രാർത്ഥിക്കുക. ശാസ്താവിൻ്റെ ചിത്രം ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ 3 വട്ടം അല്ലെ 5 വട്ടം നന്നായിട്ടൊന്ന് ഒഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മളിലേക്കൊക്കെ നന്മ വരാനായിട്ട് പ്രാർത്ഥിക്കുക. നീരാജനം നടത്തുന്ന ശ്ലോകങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ചൊല്ലുക. ഇല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഭഗവാന്റെ ഒരുപാട് നാമങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രാർത്ഥിക്കുക. ശനിദോഷങ്ങൾ മാറുന്നതാണ്. അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യാം. ഗണപതി ഭഗവാനും വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. അതൊക്കെ ജോലി തേടുന്നവർക്ക്, ഉദ്യോഗത്തിൽ അല്പം കൂടി ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഈ ശനി കൃഷിയുടെ നാഥനും കൂടി ആയതുകൊണ്ട് കാർഷികപരമായ ആദായം വർദ്ധിക്കാനും ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ചെയ്യുക. ക്ഷേത്രത്തിൽ നീരാജനം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ചെറിയ എമൗണ്ടേ ആവുള്ളൂ നീരാജനത്തിന്, ഒരു 25 രൂപ ഒക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ 30 രൂപയാവും അങ്ങേറ്റം. അപ്പം മാസത്തിൽ, ഈ മീനമാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഒരു നീരാജനം കൊടുക്കുന്നത് അവിട്ട നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. ചൊവ്വ മാറുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ദേവീക്ഷേത്ര ദർശനം നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും പോയി ദർശനം നടത്തുക. ഒരുവിധപ്പെട്ട ദോഷങ്ങളൊക്കെ ഈ ക്ഷേത്ര ദർശനത്തിൽ കൂടെ തന്നെ ഒഴിഞ്ഞു പോകും. ചെറിയ തോതിലൊക്കെ അനുഭവിച്ച് അത് ഒരു വശത്തൂടെ അങ്ങ് മാറിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ഈ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 5 നക്ഷത്രക്കാരുടെ മീനമാസത്തെ സാമാന്യ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഐശ്വര്യവും ധനവും വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ വീട്ടിലെ പ്രായമായ ആളുകൾക്ക് ആരോഗ്യം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.